Yes, good afternoon. Yes, good afternoon. Yes, good afternoon. Yes. Good afternoon. Good afternoon. Yes, study here. Everybody ready? Let us start. Okay. Okay, ready. Okay. അപ്പോൾ നമ്മൾ 3 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഈ 3 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ 3 ടെൻസിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസ് എഴുതുമ്പോൾ ഒബ്ജക്റ്റും ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും. സിമ്പിൾ പാസ്റ്റ് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും. സിമ്പിൾ ഫ്യൂച്ചർ എഴുതുമ്പോൾ ഓക്കെ സിമ്പിൾ ഫ്യൂച്ചർ എഴുതുമ്പോൾ സബ് ഒബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ബി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ. ഇന്ന് വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. ഒരു ഫിലിമിനെ കുറിച്ച് ഇവിടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒരു ഫിലിം റിവ്യൂ എന്തായാലും ഇല്ലാതെ yes or no? Okay. Who is ready to come first? Who is ready to come first? സ്റ്റക്ക് ആവുന്നുണ്ട് സാർ.
നെറ്റ് പ്രോബ്ലം നോക്കട്ടെ. One minute. ക്ലിയർ ആവണില്ല, അത് നെറ്റില്ലേ സൗണ്ട്. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, യെസ് സാർ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? Yes, sir. ഓക്കെ 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 ഓക്കെ. റേഞ്ചിന്റെ പ്രോബ്ലം. അതെ, ഓക്കെ ഇപ്പൊ ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ? Yes, sir. ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്. ഒരു മിനിറ്റ്. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് സിനിമയെ കുറിച്ച് റിവ്യൂ നടത്താമെന്ന് പറഞ്ഞിട്ടുള്ളവരായിരുന്നു നമ്മള്. അപ്പോ ഹു ഈസ് കമ്മിങ് ഫസ്റ്റ്? ആരാണ് ആദ്യം പറയുന്നത്? സർ ഞാൻ പറയാം. യെസ്, യുവർ നെയിം? മിനി മിനി മത്തായി. മത്തായി. ഓക്കെ ഓക്കെ. അപ്പൊ മിനി മത്തായിക്ക് ആദ്യം ഒരു കൺഗ്രാജുലേഷൻ കൊടുക്കുക. കാരണം ആദ്യം പറയാനായിട്ട് കാണിച്ച ധൈര്യമില്ല. യെസ്, ദാറ്റ് ഈസ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. മിനി മത്തായി സ്റ്റാർട്ട്. My favorite film C.I.D. Musa. C.I.D. Musa. Okay. I like this film. Yeah. My favorite actor Dilip. Okay. The hero is the film Dilip. Okay. And the heroine Bhavana. Okay. When I watched, I enjoyed very much Okay. because of comedy, love and emotion. Okay. When I saw that Okay. movie, I When I saw this movie, share my experience, everyone. Thank you. okay, okay, okay. Very good, very good. Okay. Thank you. What about the song of the film? Film's song that was touching or comedy? Okay. കുഴപ്പമില്ല. അപ്പൊ മിനി നന്നായിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹു ഈസ് നെക്സ്റ്റ്? ഞാൻ പറയാം സാർ. യെസ്, ചിന്നു റോസ്. ചിന്നു ജോസ് പറഞ്ഞോളൂ. ആകാശദൂത് is one of my all-time favorite movie. വെരി ഗുഡ്. Directed by C.B. Malayil, written by Dennis Joseph, and produced by the actor Prem Prakash. Okay. This movie released in 1993. Okay. The main characters are enacted by the famous actors Murali and Madhavi. Okay. The movie tells the miserable life of parents and their 4 children. Oh yes, very good. In this movie, we can also see the sorrow when we have to leave our mother and siblings. Okay. I like it because I felt this movie is very emotional and heart-touching for me. Okay. Whenever I watch this movie, my eyes fill with tears. Okay. ഇത്രയുള്ളൂ sir. Okay, very good, very good, very good. ഇതിന്റെ ഡയറക്ടർ ആരാണ്? സിബി മലയിൽ അല്ലേ? സിബി മലയിൽ. ഓക്കെ ഓക്കെ. ഇന്നലെ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയത് സിബി മലയിലായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പോ അദ്ദേഹത്തെ കുറിച്ച് സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. നല്ല ഇംഗ്ലീഷിലാണ്. ഓക്കെ, വെരി ഗുഡ്. ഗുഡ് ഇംഗ്ലീഷ്.
അടുത്ത ആള്. സാറേ, യെസ്, പറയൂ. ജിൻസി. my favorite Malayalam movie is Ring Master. Ring The master. hero, Ah. the hero of the movie is Dilip and heroine is Honey Rose. Okay. The character name is Prince. Okay. A dog trainer faces an awkward situation when his pet dog Diana, Okay. his ex-lover and actress who share the name as the dog. Okay. Very good. Very good. This film directed by Rafi. Okay. In this movie, my favorite song is The Dog Sound Country. Okay. I did not study well. Okay. Because നമുക്ക് മനസ്സിലെടുത്ത് പറയാവുന്നതേ ഉള്ളൂ. Because we study it by heart, why we forgot any sentence, will not continue that communication. ഓക്കെ, ഈ പറഞ്ഞില്ലേ അത് തന്നെ നല്ല സ്കിൽ ഉണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, സിമ്പിൾ. When you saw this film, you expected a climax. Actually, in the film, there is a climax. ഈ സിനിമ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോ ഒരു ക്ലൈമാക്സ് മനസ്സിൽ വരുമല്ലോ, ഇത് ലാസ്റ്റ് ഇങ്ങനെ അവസാനിക്കുമെന്ന്. അപ്പൊ ആ ക്ലൈമാക്സിൽ തന്നെയാണോ റിംഗ് മാസ്റ്റർ സിനിമ അവസാനിച്ചത്? No, I think I thought that Diana and Dilip will again marry. But that was your climax in your mind. Okay. അപ്പൊ നമ്മൾ എന്തിനാണെങ്കിലും, പുസ്തകമാണെങ്കിലും സിനിമയാണെങ്കിലും നമുക്ക് തോന്നും ഇത് ഇന്നതുപോലെ അവസാനിക്കും, ഇന്ന കഥാപാത്രം പിന്നെ വഴിക്ക് പോകും. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. വെരി ഗുഡ്. The end of the film, Dilip will again facing എന്താണ് complicated situation. Okay. Complicated situation means Okay. facing many trouble. Okay. After he facing many trouble. Okay, okay, okay. That's all. That's all. Very good, very good. Agency, നന്നായിട്ടുണ്ട്. Very good, very good, very good. Okay, sir. Thank you. Okay. Yes. അടുത്താണ്. Yes. അടുത്താണ്. മൂന്ന് പേര് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കിയിരിക്കുന്നു. ബാക്കി അടുത്താണ്, പറയൂ. യെസ്, നിങ്ങൾ റെഡിയാന്ന് എനിക്കറിയാം, പിന്നെ തുടങ്ങാനായിട്ടുള്ളൊരു ചമ്മലാണ്. യെസ്, ഓക്കെ. അടുത്താണ്, വരൂ. Who is next? സാർ ഞാൻ പറയും. വെരി ഗുഡ്. ഓക്കെ, പറഞ്ഞോളൂ. കൊറേ ഒന്നും എഴുതിയിട്ടില്ല, കുറച്ച് എഴുതിയിട്ടുള്ളൂ. എഴുതേണ്ടത് എന്തിനാണ് എഴുതുന്നേ? മനസ്സിൽ നിന്ന് പറഞ്ഞാൽ മതി, ഒരു ആലോചിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, My favorite film is Joe. It is a Tamil movie. Okay. But I don't know who was the director of this film. Okay. I like this film because the film telling about an endless love. Okay. And also telling about some misunderstanding problems in a relationship. Okay. That's all. Thank you. Okay, very good, very good. ഇത് പ്രിപ്പയർ ചെയ്തെങ്കിലും പറയാൻ പറ്റിയെങ്കിൽ പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ വേറെ ലെവലാവില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അടുത്തത്. Who is next? നിങ്ങൾ പറയാം. യെസ്, സ്മിത പറഞ്ഞോ. സ്മിത. ഞാൻ റെക്കോർഡ് ക്ലാസ് കാണുന്ന ആളാണ്. എനിക്ക് ക്ലാസ്സിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സാറ് ആൻസർ കൂടി ഒന്ന് പറയണം കേട്ടോ. ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് കിട്ടണില്ല. അപ്പൊ പറഞ്ഞു ഓക്കെ 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 എന്ന് പറഞ്ഞു പോണല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആൻസറും കൂടി എനിക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ആദ്യം അങ്ങനെ പറയാനും വിടുന്നത്.
അപ്പൊ ഒരു ഒരാളെ അല്ല പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊന്ന് ഓക്കെ 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 നോ പ്രോബ്ലം. ആ ഡിഗ്രി ഒന്നും കഴിയാത്ത ആളാണ്, ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഓക്കെ ടച്ച് വിട്ടുപോയി. അല്ല ടച്ച് വിട്ടുപോയി. അപ്പൊ ഓക്കെ അതിനനുസരിച്ച് നമുക്ക് ആൻസർ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ച് പറയാൻ പ്രിപ്പയർ ആവാൻ പറ്റുന്നത്. ഓക്കെ ഞാൻ ആൻസർ പറയുന്നുണ്ട്. ഓക്കെ ഒന്നും തോന്നരുത്, ഞാൻ എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞതാണ്. പ്രോബ്ലം. ഓക്കെ ഓക്കെ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ പറയാം, എന്നാലും എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ റെക്കോർഡ് ക്ലാസ് മാത്രം, എനിക്ക് നോട്ട് പോലും ഇല്ല, എനിക്ക് അതിനുള്ള സാഹചര്യമല്ല, നോട്ടൊന്നും ഇല്ല എന്റെ കയ്യില്. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്ലാസ് കേട്ട് മാത്രമാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവേത് സാധാ ആൻസറും കൂടി ഒന്ന് പറയാം. അല്ലെങ്കിൽ വൈറ്റ് ബോർഡിൽ എഴുതുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, ഇപ്പൊ നിർമ്മല മിസ് എടുത്തുകൊണ്ടിരുന്നപ്പോ വൈറ്റ് ബോർഡിൽ എഴുതുകയാണ് ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ കൂടി ഒന്നുകൂടി ആ സ്പെല്ലിംഗ് എല്ലാം കൂടി പഠിക്കാൻ പറ്റും. സൗണ്ട് ഓക്കെ, അത് നമുക്ക് കുറച്ചോളാം. ഡോണ്ട് വറി, ആൻസർ പറയുന്നുണ്ട്. പിന്നെ ആദ്യം നോ പ്രോബ്ലം നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവണമല്ലോ, അത് മാത്രമേ നമുക്ക് ഉദ്ദേശിച്ചു. ഓക്കെ യെസ്. അടുത്തത് ഹു ഈസ് നെക്സ്റ്റ്? അടുത്തതാരാണ്? ആരെങ്കിലും ഒരാൾ പറയൂ. ഞാൻ എത്ര സമയമായി അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ ആരും എന്താ വെയിറ്റ് ചെയ്യാത്ത? എനിബഡി? യെസ് സാർ ഞാൻ പറയാം. ഓക്കെ, അൻഷില പറഞ്ഞു. അഞ്ജലി. The movie I ever liked is Drishyam 1 and 2. Yes, I don't know who is the director and the producer, but always I like the investigations and legal and illegal procedures that happened in that movie. Okay. That story makes always the story. Name of the movie? Drishyam. Drishyam. അതെ, അതായത് ക്ലിയർ ആയില്ല. ഓക്കെ carry on. Very good. Okay, in that movie, the story makes a very investigating type of movie, and the story is very exciting, and also legal cases are included in that movie. Okay. The hero in that movie is Mohanlal. Okay. And heroine is Meena. Okay. And in this story, there is a family is included. The family includes a mother, a father, and 2 children. Okay. 2 children are sisters. I mean, 2 ladies, girls. In that movie, we excite a lot of things, and we don't know what is the final, the ending. We don't know what is the ending of that movie. When we first watch that movie, we don't know what is the ending, and it is really exciting too. Okay. And after seeing the second part, also we don't know what is the final condition of that story. Okay. And I'm excited to see this third stage of that movie. Okay. Third version, third episode. Okay. Thank you. Very good. That's English. Very good. Very good. Keep it. Okay. ബിന്ദുരാജി സംഭവം മാത്രം കൊടുത്താൽ മതിയോ? ബിന്ദുരാജി പറ്റി പറയണ്ടേ? യെസ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സാറേ. പറഞ്ഞിരുന്നു. ഓക്കെ. ഞാൻ എന്നാലും ഒരു ചാൻസ് കൂടി തരട്ടാ. സെക്കൻഡ് ഇഷ്ടപ്പെട്ട സിനിമ ആലോചിച്ചു. ഓക്കെ, അടുത്താണ്. നെക്സ്റ്റ്? അടുത്താണ് വരൂ. യെസ്, എനിബഡി? സർ, എൻ്റെ പേര് രൂപ. യെസ്, രൂപ പറഞ്ഞോളൂ. രൂപ. It is a comedy film. ഈ പറക്കും തളിക.
It is flying on. Okay. Ah. Is a very full funny and comedy film. It is Okay. introduced in 2001 in Indian Malayalam language. It is a comedy Okay. drama film Okay. in starring Dilip, Harishree Ashokan and Nitya Das. Okay. Cochin Hanifa and Salim Kumar is the comedy role in this film. Okay. It was directed by Taha and written by V.R. Gopalakrishnan. The film Okay. also marked a debate of Nitya Das. Okay. The story follows bus owner Unnikrishnan and his Okay. assistant Sundareshan, Okay. who lives and sleep in their bus. It's considered one of the best comedy movie in Malayalam cinema, and it was an highest grossing Malayalam movie in 2001. The bus is also known as Tamarakshan Pilla. It is a central character in this movie, Okay. and I like this movie very much. And Okay. I love the film of ഈ പറക്കും തളിക ഇത് മനുഷ്യനെ കറക്കും തളിക. Thank you, sir. പാടാറുണ്ട് അത്യാവശ്യം. എന്നാ ആ രൂപം അതിന്റെ അകത്ത് പഠിക്കും. അയ്യോ, അങ്ങനെയെങ്കിൽ കറക്റ്റ് ആയിട്ട് ഈ സോങ് തന്നെ വേണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതിയോ? വേറെ ഏതെങ്കിലും ആയിക്കോട്ടെ. എല്ലാവരും റിലാക്സ് ആവും. ഓണമൊക്കെ വരുന്നത്. ഓക്കെ, പഠിക്കും. അയ്യോ, വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്തു പാടിയ രാഗം മാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേരാരീരാരം ഈണമായി കിലും കിലും താളമായി കണ്ണി നിന്നെ കാണാൻ വന്നതാണോ ഓരോ കടം കഥകളായി കാണാം പല മുഖങ്ങളായി തേടും ഒരു തീരം ദൂരെ ദൂരെ. ഇത്രയും പോരെ? വലിയ പരിപാടി വെക്കണ്ട, ഓണത്തിന് അരിയത്ത് വരട്ടെ. ഓണമൊക്കെ വരുമ്പോൾ നമുക്ക് ശരിയാക്കാം. അപ്പൊ രൂപം സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല പറയുമ്പോ അതൊന്ന് സപ്പോർട്ടേഴ്സ് വരവ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. Who is next coming? My name is റംസിയ. പറഞ്ഞു റംസിയ. റംസിയ പറഞ്ഞു. My favorite film is Aadujivitham. ആടുജീവിതം. ഓക്കെ 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 ഓക്കെ. My favorite actor is Prithviraj. Okay. My favorite Ramsiya, my favorite film is Aadujivitham. My favorite actor is Prithviraj. Okay. My favorite song is Periyana Rahmane. Okay. My favorite song പറഞ്ഞു. ഇനി റംസിയ പറഞ്ഞോളൂ. യെസ് പറഞ്ഞോളൂ. കട്ട നെറ്റിൽ കൊണ്ട്
നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് സാർ. നെറ്റിന്റെ നെറ്റ്വർക്ക് പ്രോബ്ലം ഇഷ്യൂ ആയിരിക്കും. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഫ്രണ്ട്സ് ചെയ്യാം, ഒരു ചാൻസ് കൂടി നമുക്ക് തരാം. അത് കുഴപ്പമില്ല. നെറ്റ് വർക്ക് ക്ലിയർ ആകുമ്പോൾ ഒന്നുകൂടി നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, 3 പോയിന്റുകളാ വന്നുള്ളൂ. അത് കുഴപ്പമില്ല, 3 നന്നായിരുന്നു. ഓക്കെ 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 ഓക്കെ. ഹു ഈസ് നെക്സ്റ്റ്? ഞാൻ പറയാം സാർ. യെസ്, ആരാണത്? ദിൽഷാന അൻവർ അല്ലേ? ദിൽഷാന. പറഞ്ഞോളൂ മൈ ഫേവറേറ്റ് മൂവി പറഞ്ഞോളൂ ദിൽഷാന. My favorite movie is Misha Madhavan. It is a comedy movie. The film actor Dilip and actress Kavya Madhavan. Okay. The film Dilip character is thief, and it is a love story. I don't know the director of the film. The film famous song is Karimizhi Kuruviye Kandila. Okay. That's all. That is all. Okay okay. കുറച്ചുകൂടിയൊക്കെ പറയാമായിരുന്നല്ലേ അത് അല്ലേ? ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. Thank you, sir. ഓക്കെ. റംസിയ ഒന്നുകൂടി. നെറ്റ് പ്രോബ്ലം കറക്റ്റ് ആയോ? അതൊന്നുകൂടി പറഞ്ഞോളൂ. ഓക്കെ. My favorite film is Aadujivitham. My favorite actor is Prithviraj and Amala Paul. My favorite song is Periyana Rahmani. Okay. My Prithviraj character is Najib. Okay. My family film Aadujivitham. Okay. Okay. My the goat of God. Okay. അത്ര അറിയുള്ളൂ സാറേ. കുഴപ്പമില്ല, അറ്റംപ്റ്റ് ചെയ്തില്ലേ? അത് തന്നെ ഒരു ക്രെഡിറ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. 2 attempts. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയാണ്. ഓക്കെ 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 ഓക്കെ. നമുക്ക് സൂപ്പറാണ്. ഓക്കെ. ഹു ഈസ് നെക്സ്റ്റ്? അടുത്ത ആരാണ്? അടുത്തത് ഞാൻ പറയാം സാർ. വെരി ഗുഡ്. പറഞ്ഞോളൂ. One of my favorite movies, Titanic. Okay. Oh, very good. It had an emotional impact on me even after several days of watching it. That's what made me think that it's one of my favorite. Okay. Even though there isn't a big storyline, the visual effect is excellent. Okay. The emotions such as fear, tension, love, anger, and the discrimination between high class and low class people in society is well represented in the story. Oh, very good. That too in a single plot, that is inside a luxury ship. That's something that we don't see in regular movies. Okay. And the actors Kate and Leonardo is an all-time favorite. Okay. And in the end, the song Every Night in My Dreams actually adds with beauty. Okay. Okay, that's all, sir. Very good, very good, very good. Good English. Okay, 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 okay. Very good. Super. Very good. Yes. ഇനി അടുത്തത് ആരാണ്? സർ ഞാൻ പറയാം. പറഞ്ഞോളൂ ധൈര്യമായിട്ട്. Yes. My all-time favorite movie is Valsalyam in 1993, directed by Cochin Hanifa and written by Lohit Das. We can see our legendary actor Mammootty is the main character of the film. Okay, very good. And throughout the film, we can see the problems faced by a joint family, discrimination between rich and poor, and financial problems, and problems between siblings, etc. Okay. And throughout the movie, I like the most the climax because it is marvelous.
throughout the movie I liked the most? The climax of the movie. Oh, yes, very good, very good. And it's a moral story too. Oh, yes. And I like my favorite song is Tamara Kannan Urangenam. It's a lullaby too. Okay. That's all. നൗഷിദയും പാടാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ താമര കണ്ണൂറൊക്കെയാണ് 4 വരി നമുക്ക് പാടിയാലോ? ശ്രമിക്കാം സാർ. Yes, carry on. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്കു തുണയായി മാറേണം. അത്രേ ഉള്ളൂ സാർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല സൗണ്ട് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതേ നോക്കി സപ്പോർട്ടേഴ്സിന്റെ ബഹളമാണ് നോക്കാണ്ട്. വെരി ഗുഡ്. പാടാൻ പറ്റില്ല അതൊരു ഭാഗ്യം തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പാട്ട് ഇഷ്ടപ്പെടാത്തവരാരുമില്ല, പാട്ട് ആസ്വദിക്കാത്തവരാരുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ഓണം ആവട്ടെ. ഓണം ആവുമ്പോൾ നമുക്ക് ഒരു ദിവസം പരിപാടി നമുക്ക് റെഡിയാക്കാം. അതെല്ലാവരും ഒന്ന് റെഡി ആയിട്ട് വന്നാൽ മതി. നിങ്ങളെല്ലാം അറേഞ്ച് ചെയ്തോ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ശരിയാക്കാം. ഓക്കെ ഓക്കെ. ക്വിസ് ടെസ്റ്റ്, ക്വിസ് ടെസ്റ്റ് അടുത്ത ആരാണ്? യെസ്, അടുത്തത് ഞാൻ പറയാം സാർ. യെസ്, വെരി. രേഷ്മ ശരത്, പറഞ്ഞോളൂ രേഷ്മ. My favorite movie is Maligapuram. This movie, Maligapuram. Maligapuram. This movie watched my pregnancy period. Okay. My all-time favorite. That movie is very heart touchable. Heart touching. And Okay. Family movie. Okay. That story started happy, but an ending is very sad. And Okay. Some situation really really movable in my life. Okay, 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 okay. This movie is a small girl dream come true. Help. Okay. She helped in a man. Okay. Okay, thank you, sir. രേഷ്മ ആലോചിച്ചോ അപ്പൊ ഈ കുറവ് കൂടെ കുട്ടിയുടെ പേരിക്കും. വേറെ എന്തൊക്കെയോ മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ് രേഷ്മ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അടുത്തത്. യെസ്. നെറ്റ് നന്നായിട്ട് കട്ട് ആവുന്നുണ്ട്, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് ക്ലാസ്. അത് എല്ലാവർക്കും സ്റ്റക്ക് ആവുന്നുണ്ട് എനിക്ക് തോന്നിയത്. ഓക്കെ 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 ഓക്കെ. യെസ്, ഇനി ആരാണ്? ഓക്കെ, ഞാൻ പറയാം. പറഞ്ഞോളൂ ഷിക, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. My favorite movie is Manjumal Boys. The movie is directed by Chidambaram. The movies tell about the real incident of a man named Subhash.
ശിഖ ഒന്നുകൂടി തുടങ്ങി. കാരണം ഇതിനകത്ത് നെറ്റ് കട്ടായിട്ടാന്ന് തോന്നുന്നു. സ്റ്റാർട്ടിങ് കേട്ടില്ല. ഒന്നുകൂടി തുടങ്ങി. Okay, sir. Okay, sir. Okay. My favorite movie is Manjumal Boys. Manjumal Boys. Okay. The movie is directed by Chidambaram. Okay. The movie is tell about the real life incident of a man who named Subhash. Okay. The actors in the movies Srinath Basi, Ganapati, Balu Varghese. The movies tell about the value of a friendship. Okay. The movie is a travel based story. Okay. Okay. I like the song in the movie Kanmani Anbodu Kadal. Kanmani Anbodu Kadal. Okay. 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 അവസരത്തിൽ നിന്നാണ്. ഓക്കെ ഓക്കെ സാർ. അപ്പോ ഷീക്ക് പാടിയാൽ കൊള്ളുന്ന ആഗ്രഹമുള്ള 4 പേര്. പാടാം സാർ. ഓക്കെ. കൺമണി അൻപോട് കാതലൻ. ഓക്കെ. താനക്കായമെങ്കും തന്നാളയാറി പൂണ മായമെന്ന പൊന്മാനേ പൊന്മാനേ என்ன காயம் வான போதும் என் மேனி தாங்கிக் கொள்ள உந்தன் மேனி தாங்காத சிந்தேனே எந்தன் காதல் என்னவென்று சொல்லாமல் எங்கே எங்கே அழகை வந்தது. ഒരു സാർ മതിയോ? ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ഓരോരും കലാകാരന്മാരും കലാകാരികളൊക്കെയാണ്. ഏത് റേഞ്ചാണ് നിങ്ങളുടെയൊക്കെ ഉള്ളത്? ഓക്കെ, ഞാനൊരു പൊതുവായിട്ടുള്ള കാര്യം പറയും. അതായത് ഒരു കഴിവ് നിങ്ങൾക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് എല്ലാവർക്കും. ഏതെങ്കിലും ഒരു കഴിവ്. ചില ആളുകൾക്ക് പറയാനായിരിക്കും, ചില ആളുകൾക്ക് പാടാനായിരിക്കും, ചില ആൾക്ക് വരയ്ക്കാനായിരിക്കും. അത് നിങ്ങൾ കണ്ടെത്തുക. അത് ഓക്കെ ഓക്കെ രമ്യ, നമുക്ക് റെഡിയാക്കാം കേട്ടോ. അത് നിങ്ങൾ കണ്ടെത്തുക, അതിനെ പരിപോഷിപ്പിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ എക്സ്പെർട്ട് ആവാൻ നോക്കുക. ഓക്കെ ശരി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. യെസ്, ഇനി അടുത്തത് ഞാൻ പറയാം. യെസ്, പറഞ്ഞോളൂ ഫാത്തിമ. My favorite movie now is Aadjeevitham, The Goat Life. It's an inspiring chronicle of survival. It's directed by Blessy, and this movie inspired by the novel by Benjamin. And the actor is Prithviraj Sukumaran, and the actress is Amala Paul. It's not just a film; it's an immersive journey through a human experience. The actor Prithviraj's performance as Najib in this movie, his portrayal of the migrant worker trapped in the desert Saudi Arabia, we can feel the Najib pains in the movie. And actress Amala Paul as Saidu and another character Gobul as Hakim. The story is inspired by the real life of a man with the same name, Najib. In conclusion, Aadjeevitham, it's not just a movie; it's a cinematic masterpiece. I already recommend everyone. If you have already seen it, I highly recommend that you can watch this. Okay. ഇത്രയും നന്നായിട്ട് പറയാൻ അറിയാമായിട്ടാണ് എന്തായാലും മിണ്ടാറിങ്ങനെ മാറി നിന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. മോള് കരഞ്ഞോണ്ടിരിക്കരുത്. യെസ് 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 യെസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇംഗ്ലീഷ്. ഓക്കെ 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 വെരി ഗുഡ്. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? Who is next? Yes, Anju Nelson. പറഞ്ഞോളൂ അഞ്ജു. My favorite film is Meesha Madhavan. It's a 2002 Indian Malayalam language comedy drama. The film is directed by Lal Jos and written by Ranjan Pramod. The movie stars Dilip Kavya Madhavan and Jagadish Srikumar in leads of roles. Madhavan tells the story of Madhavan,
A young man who becomes a thief to support his family. The movie follows his journey as he negates the consequence of his action and ultimately finds the redemption. Okay, very good. The movie's themes of family, love, and redemption are woven throughout the narrative. Okay. Mishmadhan is a heartwarming and entertaining movie. Okay. That's all. Oh, very good, very good. നല്ല വേർഡ്സ് ആണ്. ഓക്കെ 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 ഓക്കെ. കീൻ ഒബ്സർവേഷൻ ആണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, അടുത്തത്. Who is next? Who is next? അടുത്തത്. Yes. Anybody? Nobody. ഓക്കെ, ഇനിയും ആർക്കെങ്കിലും പറയാനായിട്ട് താല്പര്യം ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇനി ആർക്കെങ്കിലും പറഞ്ഞെങ്കിൽ പറയട്ടോ, നോ പ്രോബ്ലം. എനിബഡി? നോബഡി. അപ്പൊ ഞാൻ ഇതിന് ഒരാളെ വിളിക്കുകയാണ്. ശിഖ തന്നെ പോവാം. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ചോദിച്ച ചോദ്യമാണെങ്കിൽ മറുപടി പറയണ്ട, ഞാൻ ക്ലാസ് മാറി തരികയും. അവസാനമായിട്ട് കരഞ്ഞൊരു ദിവസം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ കൂടി ഞാൻ ചോദിച്ചിരുന്നത് എവിടെയെങ്കിലും? ഇല്ല. അപ്പൊ ഇതാണ് ചോദ്യം. ശിഖനോട് ചോദിക്കുന്ന ചോദ്യം, ഇതിന്റെ ഉത്തരം എല്ലാവരും പറയും. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ഇത് സിവിൽ സർവീസിന് ഇന്റർവ്യൂവിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ചോദ്യം ഇതായിരുന്നു, ഡു യു റിമെമ്പർ ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈ? നിങ്ങൾ അവസാനമായിട്ട് കരഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതായിരുന്നു ചോദ്യം. അപ്പൊ ശിഖ ഉത്തരം പറയണ്ട, ഉത്തരം പറയാൻ 2-3 മിനിറ്റ് കൂടി കിട്ടും. അപ്പൊ ശിഖനോട് മാത്രമല്ല ചോദ്യം, എല്ലാവരോടും കൂടിയാണ്, ഓരോരുത്തരും പറയണം. ഇംഗ്ലീഷിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ആ കുട്ടിയോട് ചോദിച്ചു, ഡു യു റിമെമ്പർ ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈ? അപ്പൊ കുട്ടി പറഞ്ഞു, യെസ് ഐ ഡു റിമെമ്പർ. ഞാൻ ഓർമ്മിക്കുന്നു, ഞാൻ അവസാനമായിട്ട് കരഞ്ഞത് വെൻ മൈ ഡിഗ്രി റിസൾട്ട് വാസ് പബ്ലിഷ്ഡ്. എന്റെ ഡിഗ്രി റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്താണ് ഞാൻ അവസാനമായിട്ട് കരഞ്ഞത്. ഒരു പക്ഷേ ആ കുട്ടി വിചാരിച്ചതിന് മറന്നു വേണ്ടി കാണില്ല, അല്ലെങ്കിൽ പരാജയപ്പെട്ട് കാണും. അതുകൊണ്ടായിരിക്കും ആ കുട്ടി കരഞ്ഞതെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഓക്കെ, ഞാനിപ്പോ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഡു യു റിമെമ്പർ ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈ? നിങ്ങൾ അവസാനമായിട്ട് കരഞ്ഞ ദിവസം അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിനെ കുറിച്ച് 2-3 വരി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ തുടങ്ങി വെക്കാം. യെസ്, ഐ ക്രൈഡ് ലാസ്റ്റ് ഓൺ ദ ഡെത്ത് ഓഫ് ഡാഷ് ഡാഷ് ഡാഷ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഐ ക്രൈഡ് ബിക്കോസ് ഓഫ് ദി ആക്ഷൻസ് ഓഫ് മൈ നെയ്ബർ. അങ്ങനെ ഡീപ്പായിട്ട് പറയാനല്ല, എന്തുകൊണ്ട് പറയാൻ പറ്റുന്ന കാരണമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ശിഖ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടു യു. ഡു യു റിമെമ്പർ ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈഡ്? ഏറ്റവും അവസാനം കരഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ? സർ, ഇംഗ്ലീഷിലാണോ പറയേണ്ടത്? അതാണ് നമുക്ക് വേണ്ടത്. ഇംഗ്ലീഷ് പഠിപ്പിക്കാന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. യെസ്, ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു. I cried last at ഓക്കെ, ഈ സംഭവം പറഞ്ഞു. ഓക്കെ, I cried at last my medical coding exam result. When they published. Okay, when your medical coding exam result was published, you cried last. Okay. I got a 65% on the exam score. Okay. The pass mark is 70%. Oh yes. So you missed the chance, just 5 mark. 5%. 5%. Okay. So that was the last day that you cried, Shiga. Okay. Yes, sir. Yes, sir. Don't worry. Next day you will win the game. Don't worry. Be happy. Okay, sir. All the best. Okay. Thank you, sir. Who is next? ഞാൻ ആരെയും പറയുന്നില്ല. അപ്പൊ ഷീക അത്രയും നേരം സംസാരിച്ചപ്പോ ബാക്കിയുള്ളവർക്കൊക്കെ ചിന്തിക്കാൻ സമയം കിട്ടി. ഇത് നമുക്ക് ഒരു ദിവസം കൊടുത്ത് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല.
Do you remember the last day? ചിലപ്പോൾ നിങ്ങളൊരു പക്ഷേ ഇല്ലെങ്കിൽ വിവാഹിതമായ ദിവസമായിരിക്കാൻ കഴിയും. കാരണം മാതാപിതാക്കന്മാരെ പിരിഞ്ഞു പോകുന്ന ആ സമയത്ത് ഐ ക്രൈഡ് ലാസ്റ്റ്, ഞാൻ അവസാനമായി കരുതുന്നതാണ്. ഇതൊക്കെ ഓരോ സാധ്യതകൾ ഇടുന്നതാണല്ലോ നിങ്ങളുടെ ഉത്തരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത. അതൊക്കെ ഓരോ ചാൻസുകൾ പറഞ്ഞതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പെറ്റ്, പട്ടിയോ പൂച്ചയോ, അത് ചത്ത ദിവസമായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഒരു ദുഃഖം തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനെ പിരിഞ്ഞതായിരിക്കാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. യു ഫൈൻഡ് ഔട്ട് എ റീസൺ ഫോർ that and you tell that do you remember, I repeat the question, do you remember the last day that you cried? Sir, ഞാൻ പറയാം. Yes, Navshida, very good. I expected you. Okay, come on. I cried 2 years ago. Yes. When my mother died. Okay, due to the death at the death of my mother 2 years ago, I cried. Okay. Because as yes. you all know, mother is our full supporter throughout our life. Okay. Without her, anyone can't do nothing. Okay. So nobody I felt, can. yes. So Yes. I felt everything lost in my life. Okay, don't worry. Okay. Let us leave it alone. നമുക്ക് ഒറ്റക്ക് നീന്താനുള്ളതാണ്. Okay. അപ്പോൾ ഇത് പറഞ്ഞു. Okay, ബിന്ദു രാജി പറയൂ. Yes, I cried the last day because I knew that my friend is a cancer patient. Okay. When I knew that my friend is a cancer patient, I became very sad, so I cried last day. Okay. Bindu പറഞ്ഞു കഴിഞ്ഞു. Okay. Yes, I cried 6 months ago when my father went to abroad. When my father went abroad. Okay. Correct English ആണ്. കൃത്യമാണ്. Okay. Who is next? അടുത്തത്. My last cry is in yesterday. കാരണം പറയാൻ പറ്റും. Me and my husband quarreled. Yes. Due to the quarrel between the husband and the wife, whatever എന്ത് കാരണം ഒന്നും ചോദിക്കുന്നില്ല. Due to the quarrel between the husband and the wife. അതൊക്കെ സൗന്ദര്യപ്പെടുത്തുന്നതല്ലേ. Small issues. Small issues. Okay. Very good. വഴക്കിട്ട് തന്നെ വഴിവിട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞത് നന്നായിരുന്നു പറഞ്ഞത്. Okay. Yes. Who is next? Yes. ഇപ്പൊ ആലോചിച്ച് ഇപ്പൊ തന്നെ പറയാനുള്ളത്. മറ്റാണെങ്കിൽ ഒരു ദിവസം കിട്ടിയാൽ 2-3 ദിവസം കിട്ടി ആലോചിക്കുക. നിങ്ങൾ ഇപ്പൊ തന്നെ ചിന്തിക്കുന്നു, ഇതിന്റെ വിഷയം പറയുന്നു. എത്തിക്കോട്ടെ, നോ പ്രോബ്ലം. യെസ്. രേഷ്മ ശരത്, do you remember the last day that you cried? Yes, sir. Yes, പറഞ്ഞോളൂ. 1 year ago, my delivery, because unexpected delivery. On the day of the unexpected delivery that I cried last. Okay. Yes. ഇനി ഒരു നൗദ നേരത്തെ പറഞ്ഞ വരി നല്ല സ്റ്റൈലായിട്ട്. Yes, sir. Yes. Can you tell? Do you remember the last day that you cried? I do remember, sir. You are not remembering the last day that you cried. Okay. Then you always be happy. Okay. Very good. Yes. അടുത്താണ്. നമുക്കിത് മാറ്റി മറിച്ചിട്ട് ഇടാല്ല. ഇപ്പൊ ഇന്ന് കറഞ്ഞ ദിവസമാണെങ്കിൽ നമുക്ക് വേറെ വരും, അതിന് പേടിക്കില്ല. ദിവസങ്ങൾ ഇങ്ങനെ കിടക്കില്ല. നിങ്ങളിങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നു, അപ്പൊ നിങ്ങളുടെ പറയാനായിട്ടുള്ള ഒരു താല്പര്യം വരുന്നു. ഒരാളത് കേൾക്കാനുണ്ടെങ്കിൽ തന്നെ പറയാൻ. അഞ്ജന പറയൂ. അഞ്ജന, do you remember the last day that you cried? നിശ്ചയ എന്താ പറയാൻ പോയി? സാറേ ഞാൻ പറയാം. Yes, carry on. I cried after 6 months because when my brother have an accident, it is very dangerous situation in my life.
because in that time I am carrying 8 months, and I and my family also very crying because his leg, doctors tell lost his leg. But thank God, in that situation, God help me. He cannot lost his leg. Now he is okay. Okay. Let us thank God. Okay, Ligia, എല്ലാം റെഡിയാവും. Okay, അപ്പോൾ ലിജിയ cried last when her brother got an accident. Thank you, sir. Yes, who is next? അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലുള്ള കുറച്ച് ദുഃഖങ്ങൾ കൂടി കുറയുകയാണ്. Yes. Who is next? Yes, we have 10 minutes remaining. ഞാനിപ്പോൾ പുതിയ ചാപ്റ്റർ ഒന്നും പറയാത്തതിന്റെ കാരണം നിങ്ങൾ 2-3 പേര് കൂടി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങനെ കോൺവെർസേഷനിൽ നിൽക്കാം. ഓക്കെ, അടുത്താണ് വരും. അഞ്ജന CJ. സർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ. യെസ്, ഇനി അടുത്തത് ഞാൻ പറയാം. പറഞ്ഞോളൂ. I cried in my last week for my sister's marriage. For my sister's marriage. Yes, sir. Okay. About it is because of the intimacy between the two persons. So you cried last. Yes, sir. On the day of your sister's marriage. Okay. അത് സ്നേഹം കൂടുതലുണ്ടാകുന്ന കരച്ചിലാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, അടുത്തത്. യെസ്, നിങ്ങളുടെ ജീവിതത്തിലില്ലേ ഈ 10-60 പേരില്ലാത്തുള്ളതില് കുറച്ച് പേരല്ലേ പറഞ്ഞോളൂ. The last day that you cried. ചിലപ്പോൾ അമ്മ വഴക്ക് വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും. യെസ്, അല്ലെങ്കിൽ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോ വന്ന യെസ്, പറഞ്ഞോ ബഷീർ. I cried before 1 month because I came back from my vacation from Kerala to Kuwait. That time I cried because my mother. Once more, clear ആവണില്ല, ഭയങ്കര എക്കോ ഫീൽ ചെയ്യണം. ഒന്നുകൂടി പറഞ്ഞേ. I cried 1 month ago. 1 month before I cried. Okay. Because I came from my vacation from Kerala to Kuwait that time. Okay. Because my mother was old, 82 years old, and every Pravasi is coming back from vacation, everybody is crying because everybody lost their relatives there and freedom. All we are dropping in our homeland. That's why everybody is crying. Okay. So 1 month before I came back from my vacation, that time I cried too much. Okay. ഇടയ്ക്ക് അത് ക്ലിയർ ആയതുകൊണ്ട് പോയത് എക്കോ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ ബഷീർ. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു. അല്ല, ശരി. ഓക്കെ, അത് ഇടയ്ക്ക് ക്ലിയർ ആവുമ്പോൾ എക്കോ ഭയങ്കരമായിട്ട് കേടുന്ന കൊടുക്കുന്നു. യെസ്, ഓക്കെ. Who is next? ഞാൻ പറയാം. ദിൽഷാന, പറഞ്ഞോളൂ. I am last Friday. Last Friday. I was in Qatar. Okay. When I am come back to India. Okay. I cried because my husband was not with me. Okay. That's all. So the absence of my husband is that really crying. Okay. Very good. Okay. Who is next? രണ്ടുപേരോട് പറയുമ്പോഴേക്കും സമയമാവും. Who is next?
യെസ്, അടുത്ത ആള്. ജിൻസി പറഞ്ഞില്ലല്ലോ. യെസ്, പറഞ്ഞോളൂ. My character is always emotional. Oh, you are always emotional. Okay. I cried yesterday night Yes. because my son did not get a Coco selection. My son did not Get a Coco selection. Okay. Oh, sports. In childhood, my favorite hobby is sports. Okay. I had a desire to get a medal for India. Okay. In college time, I was individual champion. Oh, very good. Whenever competition, running race, my 800-meter race. That running time, one girl hit me. Then I fell down. Okay. At that time, my brother came. He told me, you don't go sports. Okay. Then I went to hospital. Okay. After my reached my house, the brother told, you don't go any sports item to participate. Okay. I cried. After I did not participate, not any race, other sports item. But I have a desire to get any medal of my son. But he did not get a chance to that sports item. Okay. He don't know I cried for what. Oh, yes. My student was coach in his coach. Okay. But he did not get a chance to part to that game. Okay. സ്റ്റെപ്പ് അതെന്ന് പറഞ്ഞിട്ട് ഓക്കെ, പറഞ്ഞു. ആവുന്ന പോലെ പറഞ്ഞാൽ മതി. തെറ്റാണ്ട് തെറ്റിക്കോട്ടെ. I forgot that word. But he told me, Mommy, I did not play that game. Okay. I heard that I have very sorrow that time. Okay. But I cried. As my son has not got the selection. Okay. Very good. I told him, you don't participate anyone any sports item, only study. Okay. Next you will get a good chance. Okay. Let us try. Okay. Let us try for the best. അപ്പൊ എപ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു ചിന്തയാണ്, നമ്മൾ പരാജയപ്പെട്ടെടുത്ത് നമ്മുടെ മക്കൾ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കും. എല്ലാവർക്കും ഉണ്ടാവുന്നത്. നമുക്ക് ഒരു പക്ഷെ ജീവിതത്തില്
എത്താൻ അങ്ങോട്ട് എത്താൻ വയ്യതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതൊരു കാരണം കൊണ്ടോ നമ്മൾ പരാജയപ്പെട്ട സ്ഥലത്ത് നമ്മുടെ മക്കൾ വിജയിച്ചില്ലെന്ന് ആഗ്രഹിക്കും. അത് ഏതൊരു അച്ഛനായാലും അമ്മയിലും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ജിൻസിയുടെ ആഗ്രഹിച്ചത്. അപ്പോൾ സമയം ഈ കിടക്കില്ല മകനെ സംബന്ധിച്ച് ഭാവിയിൽ അറിയപ്പെടുന്നത് നല്ലൊരു അത്ലറ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആശംസകളും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയാം. ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട്. സോ ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടരും. അപ്പൊ അന്നേരത്ത് എന്ന് പറയാത്തവരൊന്നും മനസ്സിലൊന്ന് കരുതി വെക്കാം പറയാനായിട്ട്. നമുക്ക് പറയുക എന്നുള്ളതിന് നിങ്ങളുടെ സങ്കടം ലാസ്റ്റ് ഡേ കരഞ്ഞത് പറഞ്ഞതല്ല, മറിച്ച് ഞാനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷ് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് വേറെ പോലെ സിറ്റുവേഷനൊക്കെ ഞാൻ പറയും, അതനുസരിച്ച് പറയുമ്പോൾ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ്. Rupa, you are a riser in the college time. Very good. Oh, my son is also riser. Very good, very good. അപ്പോൾ അങ്ങനെ ഉയരങ്ങളിലൊക്കെ തന്നെ രൂപയും മകനും ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇതൊന്ന് നോക്കിയിട്ടൊക്കെ വരിക. പറയാനായിട്ടൊരു മാനസികമായിട്ട് നിങ്ങളിപ്പോൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പാരഗ്രാഫ് ഇതിനെ കുറിച്ചൊക്കെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതങ്ങനെ പറഞ്ഞു. സാറേ ഞാൻ ഇംഗ്ലീഷ് വിഷയത്തെ കുറിച്ച് കുറച്ചെടുത്ത് പറയട്ടെ. നിങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ പേര് നമുക്ക് പറയുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സോ ഐ വിൽ സപ്പോർട്ട് ചെയ്യും. അയ്യല്ല, വി വിൽ ഓൾവേസ് സപ്പോർട്ട് ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, sir. Yes. Yes.